പഴയ ഓർമ്മകളൊക്കെ അതിനകത്തിരുന്ന് ഇപ്പം ഞാൻ കരയുമായിരുന്നിരുന്നു ഇത് കണ്ടുകൊണ്ട്. കാരണം ഞാൻ അതേ അവതരിപ്പിച്ച അതേ കാര്യങ്ങളാണ് അപ്പോൾ ഈ പൃഥ്വിരാജ് സാരിപ്പോൾ കാണിച്ചതല്ല. എന്താ പറയാൻ, എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കണ്ടപ്പോൾ. പൃഥ്വിരാജിന്റെ അഭിനയം കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ ഇതേപോലെ ഞാൻ അനുഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, അഭിനയിക്കുമെന്ന് കറക്റ്റ്. പക്ഷേ പുള്ളിയെ കണ്ടാൽ കൈ കൊടുക്കാറുണ്ട്, പുള്ളി ഇല്ലാതെ പോയി. അല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഓ ആ നല്ല അടിപൊളി അഭിനയമാണ് പൃഥ്വിരാജിൻ്റെ. പൃഥ്വിരാജിനെ കണ്ട ആദ്യം കെട്ടിപ്പിടിച്ച് ആ സിനിമ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും പോയി പടം കാണണം, അമ്മാരെ ഇതിനെ പറ്റി അറിയാനൊക്കെ തോന്നും. നടക്കണേ സ്റ്റെപ്പ് കയറണം, കാല് നോക്കണേ. അവരൊക്കെ ഇല്ല സംശയമൊന്നുമില്ല. ഇത് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും അമേസിംഗ് ഇനി എന്ത് പറയാനാ, ഇനി ഒരുപാടൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ തന്നെ പഴയ ഓർമ്മകളൊക്കെ അതിനകത്തിരുന്ന് ഇപ്പം ഞാൻ കരയുമായിരുന്നിരുന്നു ഇത് കണ്ടുകൊണ്ട്. കാരണം ഞാൻ അതേ അവതരിപ്പിച്ച അതേ കാര്യങ്ങളാണ് അപ്പോൾ ഈ പൃഥ്വിരാജ് സാരിപ്പോൾ കാണിച്ചതല്ല. പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന് മുന്നേ ചേട്ടനായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ഇറങ്ങിയപ്പോൾ ചേട്ടനായിട്ട് തന്നെ തോന്നി. ബ്ലസ്സി സാറിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ബ്ലസ്സി സാർ അതുപോലെ പറഞ്ഞു കൊടുത്തെല്ലാം അഭിനയിച്ചല്ലേ. ലാസ്റ്റ് കണ്ടത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് വന്ന് ചോദിച്ചായിരുന്നു ഇതുപോലെ ഞാനിങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് അഭിനയം ചെയ്യുന്നത്, കറക്റ്റാണോ അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതായിരുന്നു. ശരി, ഓക്കെ.